കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വളരെ വലിയൊരു അത്ഭുത വചനമാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ BLM ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ഒരു ചെറുപ്പക്കാരൻ ഞായറാഴ്ച ധ്യാനം അവസാനിച്ച് തിങ്കളാഴ്ച ഒരു 12:30 നേരത്ത് എന്നെ കാത്തു നിൽക്കുകയാണ് ഇവിടെ. ഒരു കുർബാന കഴിഞ്ഞ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. എന്താണ് അത്ഭുതം? ഈ ചെറുപ്പക്കാരൻ്റെ പിതാവ് മരിച്ചു. ആ പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ കൊച്ചു നാൾ മുതൽ അയൽവാസിയുമായി വളരെ വലിയ ശത്രുതയിലാണ്. കേസാണ്, ഒരുപാട് കേസുകൾ പോലീസ് സ്റ്റേഷനിൽ. അവരുടെ പറമ്പിലേക്ക്, ഈ ശത്രുവിൻ്റെ പറമ്പിൽ നിന്ന് തേങ്ങയോ പട്ടയോ ഒക്കെ വീഴാറുണ്ട്. ഇവൻ ഒരിക്കൽ പറഞ്ഞു, കൊച്ചുങ്ങളാണ്, പറമ്പിൽ അങ്ങോട്ടൊക്കെ നടക്കും, അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ തെങ്ങൊന്ന് വെട്ടി കളയണം. കാരണം അവരുടെ തെങ്ങ് ഇങ്ങോട്ടാണ് ചാഞ്ഞു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ശത്രു പറഞ്ഞു, തേങ്ങ വീഴും, പട്ട വീഴും, ചിലപ്പോൾ തലയിൽ വീഴും, മരിച്ചു പോകും. അങ്ങനെയൊക്കെ ശത്രുതാ മനോഭാവത്തിലായിരുന്നൊരു കുടുംബം. ഒരിക്കൽ പോലും സ്നേഹത്തിൻ്റെ ഒരു വാക്കുപോലും, ഒരു ആർദ്രതയോ ഒന്നുപോലുമില്ല. എപ്പോഴും കേസാണ്, നിസ്സാര കാര്യത്തിന് പോലും വർഷങ്ങളോളം എടുത്ത ശത്രുത കേസ്. ഈ ചെറുപ്പക്കാരൻ ഇവിടെ ധ്യാനിച്ച് ഞായറാഴ്ച 5 മണിയായപ്പോൾ വീട്ടിലെത്തി. 6 മണിയായപ്പോൾ ബദ്ധ ശത്രുവായ അയൽവാസി വളരെ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് വരുന്നു. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ വളരെ ശക്തമായ ദേഷ്യ സ്വഭാവമുള്ള ഭയങ്കര കോപവാനാണ്. പക്ഷെ അവൻ അതിശയിച്ചു പോയി. ഈ ശത്രു വീട്ടിലേക്ക് വരുന്നു. തിരിച്ച് ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് കാണാത്തൊരു സുഹൃത്തിനെ, ആത്മസുഹൃത്തിനെ, ആ മിത്രത്തെ കാണുന്നത് പോലെ വലിയ ആഗ്രഹത്തോടെ ചിരിച്ചുകൊണ്ട് വരുന്നു. ഇവൻ എഴുന്നേറ്റു. ആ ശത്രു വന്നിട്ട് പറഞ്ഞു, കുറേ വർഷങ്ങളായി നമ്മളിങ്ങനെ അകന്നു കഴിയുന്നു, അത് പാടില്ല. നാളെ നീയും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി വീട്ടിൽ വരണം. നമുക്ക് അതെല്ലാം മറന്ന് നമുക്കൊന്ന് ഭക്ഷണം ഒരുമിച്ച് കഴിക്കണം. ഈ ഒരു സംഭവം കേൾക്കുന്നത് അവൻ്റെ ഭാര്യ ആ സമയത്ത് അവിടെ വന്നു. ആ ഭാര്യ പൊട്ടിക്കരയുകയാണ്. എന്നോട് ചെറുപ്പക്കാരൻ പറയുകയാണ്, അച്ചോ, എൻ്റെ ഭാര്യയുടെ കണ്ണുനീര് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത്രയൊന്നും കരഞ്ഞിട്ടില്ലെങ്കിലും അത്രമാത്രം ആ പെൺകുട്ടി, അവൻ്റെ ഭാര്യ കരയുകയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ ഈ സംഭവത്തിലൂടെയാണ് ഈ വചനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ധ്യാനം കൂടിയ ആള് തൻ്റെ ശത്രുവിൻ്റെ വീട്ടിൽ പോയി മാപ്പ് ചോദിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. ഈ ചെറുപ്പക്കാരനാണ് ധ്യാനം കൂടിയത്. പക്ഷെ ഇവൻ ശത്രുവായി കണക്കാക്കുന്ന ആ വ്യക്തിയെ ധ്യാനം കൂടിയിട്ടില്ല. ആ വ്യക്തി വീട്ടിലേക്ക് വന്ന് എത്രയോ വലിയ സ്നേഹം. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തെ തുടർന്ന് ആ ഇടവകയിൽ നിന്നും ധാരാളം പേര് ഈ ആലയത്തിൽ ധ്യാനിക്കാൻ വന്നത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിന് പ്രീതികരമാകുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പോലും ഇണങ്ങിക്കഴിയാൻ തുടങ്ങുമെന്നുള്ളത് വചനം എത്രയോ സത്യമാണ്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒന്ന് പരിഹരിക്കാനില്ലേ മക്കളെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് കുറവില്ല എന്നുള്ളതാണ്. അങ്ങനെ കുറവില്ലാത്ത ഒരു വ്യക്തിയുടെയും ഉള്ളിലേക്ക് കർത്താവ് ഇന്നോളം വരെ കടന്നിട്ടില്ല. നമുക്കൊക്കെ ധാരാളം കുറവുകളുണ്ട് എന്ന് അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്രയോ ചെറിയവനാണ്, എൻ്റെ മുൻപിൽ മറ്റുള്ളവർ എത്രയോ വലിയവരാണെന്ന് കാണുന്ന ആ എളിയ മനസ്സുകളുടെ മുമ്പിൽ
കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പരിഹരിക്കാനുള്ളത് ഒന്ന് പരിഹരിക്കാൻ, തിരുത്താനുള്ളതൊന്ന് തിരുത്താൻ, എളിമയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും കനിവോടെ മായ്ക്കുന്ന സ്നേഹനാഥ, അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും കനിവോടെ മായ്ക്കുന്ന സ്നേഹനാഥ, വഴി തെറ്റിയലയും കുഞ്ഞാടിനായി സർവം ത്യജിക്കുന്ന കാരുണ്യമേ, ക്ഷമയുടെ മാതൃക കാട്ടിയ നാഥ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.